നമ്മൾ ഈ മൊബൈൽ നമ്പർ പറയുന്നതിനകത്ത് ഒരു താളമുണ്ട്. ഓരോരുത്തരും ഇതിനെ പിരിച്ചാണ് പറയുന്നത്. ചിലർ ആദ്യത്തെ 4 പിന്നത്തെ 5 98473 ഇങ്ങനെ പറയും. അല്ലെങ്കിൽ മലയാളത്തിൽ പറയാൻ പറഞ്ഞാൽ ഒന്നും പറ്റൂല. പക്ഷെ ഇതിൻ്റെയൊക്കെ അത്ഭുതം തോന്നുന്ന രീതിയിലൊരു നമ്പർ പറഞ്ഞത് ഞാൻ ഒരു ഇച്ചിരി പ്രായം ചെന്ന ഒരാളോട് ഒരു ദിവസം എന്തോ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പുള്ളിയുടെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്ന ഒരാളൊക്കെയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഫോൺ നമ്പർ അങ്ങ് കൊടുത്തിട്ട് പോക്കോട്ടോ, ഇയാൾക്ക് കൊടുത്തിട്ട് പോക്കോ, എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഉള്ള പുള്ളി പേപ്പറും പേന എടുത്തപ്പോഴത്തേക്ക് പുള്ളി ടൈപ്പ് ചെയ്യാൻ വേണ്ടി മൊബൈൽ എടുത്തു. അപ്പോൾ ഈ പുള്ളി അടുത്ത് നിന്നിട്ട് എഴുതിക്കോ 98,46,37,028. മറ്റവൻ പേന എടുത്ത് 98,46,37,028 ഫോൺ നമ്പർ അതാന്ന് പറഞ്ഞിട്ട് പോയി. എനിക്കുണ്ടായിരുന്നു ഇങ്ങനൊരു വല്യമ്മേൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴേ മറ്റേ ഇന്ന കിഴക്കേടത്തെ ഇന്നത്തെ നമ്പർ എത്രയാന്നൊക്കെ ഇല്ലത്തെ നമ്പറൊക്കെ ചോദിക്കുമ്പോൾ 22,300 ആണോ അതോ 37,400 ആണോ എന്ന് അങ്ങനെ ചോദിക്കും. പണ്ട് കോഡുണ്ടല്ലോ, STD കോഡ് ചേർത്തിട്ടാണല്ലോ പറയുന്നത്. അപ്പോൾ ഏതോ ഒരു അമ്മമ്മയ്ക്ക് വീട്ടിൽ നിന്ന് എഴുതി കൊടുത്ത് വിട്ടേക്കണം. ബൂത്തിൽ വന്നിട്ട് ഡയൽ ചെയ്യാൻ അറിയാത്തവർക്ക് ഈ ബൂത്തിലെ പെൺകുട്ടി വിളിച്ചു കൊടുക്കും. അപ്പോൾ വീട്ടിൽ നിന്ന് പുള്ളിക്കാരൻ ആദ്യം എഴുതി കൊടുത്തു 0484 കോഡാ 273745 ഇതാ നമ്പർ, ചെന്ന് വിളിച്ച് പറ, വരത്തില്ലെന്ന് പറ എന്ന് പറഞ്ഞ് ബൂത്തിലേക്ക് വിട്ടു. അപ്പോൾ അമ്മാവ് മൂത്തി വന്നിട്ട് ആ കൊച്ചിന് ഈ നമ്പർ കൊടുത്തു. ഉടനെ ആ കൊച്ചാദ്യം 0484 ആണല്ലോ ഞെക്കത്തുടനെ 0 ഞെക്കി. ഉടനെ ആ അമ്മ പറയാ താഴത്തെ ഞെക്കിയാൽ മതി, അത് കേടാന്ന് പറഞ്ഞായിരുന്നെന്ന്. ഫോണുമായിട്ട് ബന്ധപ്പെട്ടെന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു തമ്പിച്ചേട്ടൻ്റെ വീട്ടിൽ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പിരിവിന് വേണ്ടി പോയി. അപ്പോൾ തമ്മിൽ വലിയ പണക്കാരനാണ്. ഇടയ്ക്കിടയ്ക്ക് അന്ന് കാലത്ത് ഈ ബിസിനസ്സിന് അവിടെ ഇവിടെയും പോകുന്ന ആളാണ്. അങ്ങനെയൊക്കെ ഉള്ള ഒരാളൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ പിരിവിന് വരുമ്പോൾ പുള്ളിയുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ തമ്പിച്ചേട്ടനെ കാണാൻ പലരും പല ആവശ്യങ്ങളുമായിട്ടൊക്കെ വരും. അപ്പോൾ തമ്പിച്ചേട്ടൻ ഇടയ്ക്ക് വീട്ടിലിരുന്നിട്ടില്ല എന്ന് പറയും. അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ തമ്പിച്ചേട്ടൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ആൾ വാ ഇരിക്ക് എന്ന് പറഞ്ഞ്. അപ്പം പുള്ളി ഞങ്ങളോട് എന്തെങ്കിലും ഒരു വരി മിണ്ടുന്നതിന് മുമ്പ് തന്നെ ലാൻഡ് ഫോൺ ബെല്ലടിച്ചു. ഉടനെ ഈ പുള്ളി ഒന്ന് ഫോൺ എടുത്തു. അപ്പം ഞങ്ങൾ 3 പേര് അവിടെ ഇങ്ങനെ നിരന്നിരിക്കുന്നുണ്ട്. ഈ പുള്ളി ഫോൺ എടുത്തു, ഹലോ, തമ്പിച്ചേട്ടനോ? തമ്പിച്ചേട്ടൻ എറണാകുളം വരെ പോയേക്കുവാണല്ലോ. അയ്യോ, നാളെ വരത്തുള്ളൂ, നാളെ കഴിഞ്ഞ് വിളി കേട്ടോ. വച്ചു. ഞാൻ ചോദിച്ചു, തമ്പിച്ചേട്ടനെ ഒന്ന് വിളിക്കാമോ? പുള്ളി തമ്പിച്ചേട്ടൻ എറണാകുളത്ത് പോയേക്കുവാ, നാളെ വരുള്ളൂ എന്ന്. അപ്പോൾ ഈ എക്സ്പ്രഷൻ ഇട്ടത് എന്തിനാന്ന് എനിക്ക് ഇന്നും ഒരു വിടവും കിട്ടിയിട്ടില്ല പുള്ളി ഇതിനിടയിൽ. അനന്തകൃഷ്ണൻ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു അല്ലേ? രസകരമായിട്ട് അവതരിപ്പിച്ചു. അനന്തകൃഷ്ണൻ നമുക്കൊരു ക്ലാസ് എടുക്കുകയായിരുന്നു. അതിനുള്ള ഒരു ലുക്കും അതിനൊരു സെറ്റപ്പും അതിനുള്ളൊരു കോൺഫിഡൻസിലൊക്കെ നിന്നിട്ടാണ് അനന്തകൃഷ്ണൻ. ഞാൻ കയറി വന്നപ്പോൾ ഇത് തന്നെ പറഞ്ഞു വാർത്ത വായിക്കാൻ പോകണമെന്ന്. വന്നിട്ടേ ഗംഭീരായിരുന്നു അനന്തകൃഷ്ണൻ. അനന്തകൃഷ്ണൻ ഇതല്ലല്ലോ തൊഴിൽ ചെയ്യുന്നത്. അനന്തകൃഷ്ണൻ ആദ്യമായിട്ട് വന്ന് ഒരു സംഭവം ചെയ്യല്ലേ. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ എന്നെ നിങ്ങളുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പരിപാടിയിൽ കൊണ്ടിരുത്തിട്ട് കമ്പ്യൂട്ടർ ഓണാക്കി തന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ വല്ലതും നടക്കണ കാര്യമാണോ? അതുപോലെ തന്നെ ഇതുമൊക്കെ നമുക്ക് അറിയാത്ത പണി നമ്മൾ ചെയ്യുമ്പം അല്ലെങ്കിൽ അതിലേക്ക് ആദ്യം നമ്മൾ ശ്രമിച്ചു തുടങ്ങിയാലല്ലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ലോട്ടറി എടുത്താലല്ലേ അടിക്കുമല്ലോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വെച്ച് ഗംഭീര പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമൊന്നുമല്ല. പക്ഷേ എങ്കിൽ പോലും ഇങ്ങനെ ഒരു സ്റ്റേജിൽ വന്നിട്ട് തനിയെ നിന്ന് അങ്ങനെ പറയാൻ പറ്റുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല, വലിയൊരു കാര്യം തന്നെയാണ്. നന്നായിട്ട് പെർഫോം ചെയ്യുകയും. അപ്പോൾ മാത്രമല്ല ലാൽ സാറിനെ വെച്ചാണല്ലോ പറഞ്ഞത്. ലാൽ സാറിന്റെ സിനിമയിൽ നിനക്ക് നല്ലൊരു വേഷം കിട്ടാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. എന്നിട്ട് പ്രതികാരം ചെയ്യും. അനന്തകൃഷ്ണൻ ഒരിക്കൽ കൂടി വളരെ നന്നായിരുന്നു. വീണ്ടും ഈ വേദിയിൽ എത്തണം, ഇതിലും ഗംഭീരമായ പെർഫോമൻസ് കാഴ്ചവെക്കണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.